വൾഗറായ ചാറ്റ്സ്, പോൺ വീഡിയോസ് അയക്കൽ, സെൽഫ് മാസ്റ്റുബേറ്റിംഗ് വീഡിയോസ് അയക്കൽ, ഇൻസിസ്റ്റിംഗ് ഫോർ ത്രീസം ഫോർസം, അതും ഓഫീസിലുള്ള ആൾക്കാരെ തന്നെ ഞാൻ തന്നെ വിളിച്ചുകൊണ്ട് വരണം എന്ന് പറയൽ. ഞങ്ങളുടെ കടപ്പുറ രംഗങ്ങൾ വേണം, അത് കാണണം, എനിക്ക് നീ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പറയണം. ഒന്ന് ഓസ്ട്രേലിയയിൽ ഞാൻ പോയിട്ട് വല്ല ഓസ്ട്രേലിയൻ ആയിട്ട് വല്ലതും ചെയ്യുക, അത് കഴിഞ്ഞിട്ട് അഗൈൻ വൺ ടൈം ഫോട്ടോ ഓഫ് ഹിസ് ഹാർഡ് ഓൺ തിങ്സ്, ഹീസ് ഹോണി ഇൻ ദ മോർണിംഗ്, ഇങ്ങനത്തെ ഒക്കെ ഒരു മെസ്സേജസ് ആണ്. എൻ്റെ ടൈപ്പിന് പോലത്തെ ഒരാളെ നീ കണ്ടുപിടിച്ചതാണ്. ഞാൻ 2 L1 ഇൻ്റർവ്യൂ ഞാൻ എടുത്തിട്ടുണ്ട് ആൾക്ക് വേണ്ടിയിട്ട്. ആളുടെ ടൈപ്പിലുള്ള ആളെ ഞാൻ കണ്ടുപിടിക്കുക. എൻ്റെ റോളല്ല ഇൻ്റർവ്യൂ ചെയ്യേണ്ടത്. അയാളുടെ ക്യാബിനിൽ വെച്ച് തന്നെ അവിടെ ഇവിടെയും കയറി പിടിക്കുക, തൊടുക, മൊളസ്റ്റ് ചെയ്യുക, ഇതൊക്കെ കംസ് അണ്ടർ സെക്ഷൽ ഹറാസ്മെൻറ്റ്. ഒരു റേപ്പ് മാത്രമല്ല, ഒരു ഇൻ്റർപോസ് ചെയ്യുന്നത് മാത്രമല്ല സെക്ഷൽ ഹറാസ്മെൻറ്റ്. ഇറ്റ്സ് നോട്ട് ഈസി. എല്ലാവർക്കും സെലിബ്രേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ബട്ട് വാട്ട് എൻ വുമൺ അണ്ടർഗോസ്, അത് പറഞ്ഞു ഫലിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഒരു കാര്യം എങ്ങനെ അങ്ങോട്ട് കൺവേ ചെയ്യണമെന്ന് പോലും അറിയുന്നില്ല. ഇതിൻ്റെ ഒരു 10% അല്ലേ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുന്നുള്ളൂ എന്നുള്ളൊരു വിഷമവും എനിക്കുണ്ട്. കാരണം ഇത് എൻ്റെ കൊച്ചുങ്ങൾ കേൾക്കുന്നുണ്ട്. എക്കാലത്തും ഈ വീഡിയോസ് ഈ ഗൂഗിളിൽ കിടക്കും. ഇതിനൊക്കെ വിക്ടിമൈസ് ആവുന്നത് ഞാനാണ്, എൻ്റെ കുടുംബമാണ്, എൻ്റെ കുട്ടികളാണ്, എൻ്റെ ഫാമിലിയാണ്. പോലീസ് തന്നെ ഞങ്ങളുടെ ഫോട്ടോ എടുക്കുന്നു, പോലീസ് തന്നെ അത് പബ്ലിഷ് ചെയ്യുന്നു. നമ്മളോടത്ത് പറയുന്നത് ഞങ്ങളുടെ റെക്കോർഡ്സിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നു. യു ക്യാൻ സീ ബാക്കിൽ കമ്മീഷണർ ഓഫ് പോലീസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബാക്കിൽ ഇട്ടേക്കുന്നത്. So we know we are part of one big drama or scam what it is. Very good businessman, എംപ്ലോയീസിനെ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ട് വയ്ക്കുന്ന ഒരു മനുഷ്യൻ, വളരെയധികം വിഷണറി ഒക്കെയാണ്. അതൊന്നും ഞാൻ ഇല്ലയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ബട്ട് ഹി ഹാസ് another side wherein like he is a sex pervert. End of the day നമുക്ക് മതിയായി തുടങ്ങുകയല്ലേ. കാരണം എല്ലാ സൈഡിൽ നിന്നും അറ്റാക്കാണ്. പോലീസിൻ്റെ സൈഡിൽ നിന്ന്, മീഡിയയുടെ സൈഡിൽ നിന്ന്, പബ്ലിക്കിൻ്റെ സൈഡിൽ നിന്ന്, ഫാമിലിയുടെ സൈഡിൽ നിന്ന്. പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലും ഒരു കണ്ണി വേണ്ടേ? നമസ്കാരം. ഹണി ട്രാപ്പിൽ കുടുക്കി 30 കോടി യുവതിയും ഭർത്താവും തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്ന പരാതിയിൽ പോലീസ് 2 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. തൃശ്ശൂർ സ്വദേശികളായിരുന്നു. ആ വാർത്ത എല്ലാ മാധ്യമങ്ങളിലും വന്നതാണ്. ഇപ്പോൾ ആ വാർത്തയ്ക്ക് ശേഷം ഇപ്പോൾ ഒരു പുതിയ ട്വിസ്റ്റ് ഉണ്ടായിരിക്കുകയാണ്. യുവതി ആ വ്യവസായിക്കെതിരെ പരാതി നൽകിയിരിക്കുകയാണ്. ലിറ്റ്മസ് എന്ന കമ്പനിയുടെ CEO ആയിട്ടുള്ള വേണു ഗോപാലകൃഷ്ണനെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. അദ്ദേഹം ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു, ശരീരത്തിൽ കടന്നു പിടിച്ചു, ഭീഷണിപ്പെടുത്തി തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് DGPക്ക് നൽകിയ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ കോടതിയിലും കേസ് ഫയൽ ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. ആ യുവതി നമ്മോടൊപ്പം ചേരുകയാണ്. തൽക്കാലം നമുക്ക് ആ യുവതിയുടെ മുഖം കാണിക്കാൻ കഴിയില്ല, കാരണം ഇതൊരു പീഡന കേസാണ്. അതുകൊണ്ട് തന്നെ മുഖം കാണിക്കാൻ കഴിയില്ല. പക്ഷേ ഇവരുടെ ചിത്രങ്ങളൊക്കെ മാധ്യമങ്ങളിൽ കണ്ടതാണ്. നിലവിൽ നമുക്ക് കാണിക്കാൻ കഴിയില്ല. ഇപ്പോൾ നമ്മുടെ ആ യുവതി ശരിയാണ്. ഹണി ട്രാപ്പിൽ കുടുക്കി നിങ്ങൾ 30 കോടി തട്ടാൻ ശ്രമിച്ചു എന്ന പരാതി നിങ്ങളെ അറസ്റ്റ് ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ പറയുന്നു അത് അങ്ങനെയല്ല, നിങ്ങളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, നിങ്ങളുടെ ശരീരത്തിൽ കടന്നു പിടിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്താണ് ഇതിൻ്റെ ഒരു വാസ്തവം? ഇപ്പോൾ എല്ലാവരും പറയുന്നത് അവർ ഞങ്ങളെ ഹണി ട്രാപ്പിൽ കുടുക്കി എന്ന് പറഞ്ഞതിനുള്ളൊരു കൗണ്ടർ പരാതിയായിട്ട് ഞാൻ വന്നിരിക്കുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. വാസ്തവം അതല്ല. ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കാനിരിക്കുമായിരുന്നു. പോലീസിന് എൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് കൊടുക്കാനിരിക്കുമായിരുന്നു. ഇൻറ്റേർണൽ കമ്മിറ്റി, ലിറ്റ്മസിൻ്റെ ഇൻറ്റേർണൽ കമ്മിറ്റി, പോഷ് കമ്മിറ്റിക്ക് ഞാനൊരു കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യുകയും ചെയ്തിരുന്നു 11 ജൂലൈ. ഇതിന് മുമ്പും കംപ്ലയിൻറ്റ് കൊടുത്തിരുന്നു, റിട്ടേൺ കംപ്ലയിൻറ്റ് കൊടുത്തിരുന്നു. അവിടെ ആരും പരിഗണിച്ചിട്ടില്ല. പോഷ് പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹറാസ്മെൻറ്റ് ഇതിന് കൊടുത്തിട്ടുണ്ട്. 11 കൊടുത്തിരുന്നു. അതിൻ്റെ ബേസിസിലാണ് ഇതിൻ്റെ ഒക്കെ തുടക്കം. അത് ഒഫീഷ്യലിയാണ് മെയിൽ ചെയ്തത്. ഒഫീഷ്യലി മെയിൽ ചെയ്ത ദിവസം തന്നെ എന്നെ ടെർമിനേറ്റ് ചെയ്യുന്നു. എൻ്റെ ഔട്ട്ലുക്കും എൻ്റെ എല്ലാ കമ്മ്യൂണിക്കേഷൻസും കട്ട് ചെയ്യുന്നു. പിന്നെ അതിനുശേഷം എന്നോട് പറയുന്നത് വിത്ത് എഫക്റ്റീവ് റെസിഗ്നേഷൻ ഓൺ 10th ജൂലൈ 11th ജൂലൈ എല്ലാ ഒഫീഷ്യൽ ആക്ടിവിറ്റീസിൽ നിന്നും നിങ്ങൾ റിലീവ് ആക്കുകയാണ്. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു ദിവസത്തിൽ റിലീവ്മെൻറ്റ്? അത് കഴിഞ്ഞിട്ട് ആണ് അവിടെ നിന്ന് വിളിക്കുന്നു. എന്നിട്ട് പറയുന്നു ഇത് കൊടുത്തത് പിൻവലിക്കണം എന്ന് പറയുന്നു, പരാതി പിൻവലിക്കണം എന്ന് പറയുന്നു. ഇതിനിടയിൽ നടന്ന കാര്യങ്ങൾ അവിടെ എല്ലാവർക്കും അറിയാം. ആ ഓഫീസിൽ എല്ലാവർക്കും അറിയാം എന്താണ് ഏതാണ്, എല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ആരും വായ തുറക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ജോലി പേടി, പവറിൻ്റെ പേടി, പൈസയുടെ പേടി എല്ലാവർക്കും ഉണ്ട്. ഇതെനിക്കും ഉണ്ടായിരുന്നു, എല്ലാം ആണ്. പരാതി കൊടുക്കും എന്നായപ്പോൾ അത് ഓപ്പണായിട്ട് പറഞ്ഞിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അടുത്തെല്ലാം തുറന്നു പറയേണ്ട സാഹചര്യം വന്നു. 1.5 കൊല്ലമായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഈ സെക്ഷൽ ഹറാസ്മെൻറ്റ് എന്ന് പറയുന്നത് ഞാൻ ചാറ്റ്സ്, വൾഗറായ ചാറ്റ്സ്, പോൺ വീഡിയോസ് അയക്കൽ, സെൽഫ് മാസ്റ്റുബേറ്റിംഗ് വീഡിയോസ് അയക്കൽ, ഇൻസിസ്റ്റിംഗ് ഫോർ ത്രീസം ഫോർസം, അതും ഓഫീസിലുള്ള ആൾക്കാരെ തന്നെ ഞാൻ തന്നെ വിളിച്ചുകൊണ്ട് വരണം എന്ന് പറയൽ. എൻ്റെ ഓഫീസ് സ്പേസിലിരിക്കുമ്പോൾ, ഓഫീസ് സ്പേസിൽ, പുറത്തു പോലും അല്ല ഞാൻ പറയുന്നത്, ഓഫീസ് സ്പേസിൽ
അയാളുടെ ക്യാബിനിൽ വെച്ച് തന്നെ അവിടെ ഇവിടെ കയറി പിടിക്കുക, തൊടുക, മൊളസ്റ്റ് ചെയ്യുക, ഇതൊക്കെ കംസ് അണ്ടർ സെക്ഷൽ ഹറാസ്മെൻറ്റ്. ഒരു റേപ്പ് മാത്രമല്ല, ഒരു ഇൻ്റർകോഴ്സ് ചെയ്യുന്നത് മാത്രമല്ല സെക്ഷൽ ഹറാസ്മെൻറ്റ്. ഇതുകൂടിയുണ്ട്. ഇത് നമ്മുടെ അവിടെ എല്ലാവർക്കും, മീ ഓൾസോ ബീയിങ് എ വുമൺ, അത് ഞാൻ എത്രത്തോളം സ്ട്രോങ് ആണെന്ന് പറഞ്ഞാലും ഒരു റെസിസ്റ്റൻസിന് നമുക്ക് ഒരു പരിധിയുണ്ട്, നമുക്ക് പറയാം. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് 1.5 കൊല്ലമായിട്ട് എന്ത് ചെയ്യായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ. അത് എന്തൊക്കെ രീതിയിൽ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും? ആളോട് തുറന്നു പറയാൻ പറ്റും, ഒഫീഷ്യൽ കൊളീഗ്സിനോട് തുറന്നു പറയാൻ പറ്റും, റെസിഗ്നേഷൻ കൊടുക്കാൻ പറ്റും, അവിടുന്ന് മാറിപ്പോവാൻ പറ്റും, പോഷ് കമ്മിറ്റിക്ക് കൊടുക്കാൻ പറ്റും. ഇതെല്ലാം ഞാൻ ചെയ്തിരുന്നു. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ജാനുവരിയിൽ എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ റെസിഗ്നേഷൻ അടക്കം ഞാൻ കൊടുത്തിരുന്നു. ആൾക്ക് ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആളെൻ്റെ ഡയറക്റ്റ് റിപ്പോർട്ടിംഗ് മാനേജറായ കാരണം എനിക്ക് ആളോടാണ് എനിക്കിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടേ. അത് വലിച്ചു നീട്ടി എന്നെ റിലീവ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോഴും പറഞ്ഞിരുന്നത് എന്താ, എൻ്റെ ടൈപ്പിന് പോലത്തെ ഒരാളെ നീ കണ്ടുപിടിച്ചതാ. ഞാൻ 2 L1 ഇൻ്റർവ്യൂ ഞാൻ എടുത്തിട്ടുണ്ട് ആൾക്ക് വേണ്ടിയിട്ട്. ആളുടെ ടൈപ്പിലുള്ള ആളെ ഞാൻ കണ്ടുപിടിക്കും. എൻ്റെ റോളല്ല ഇൻ്റർവ്യൂ ചെയ്യേണ്ടത്. ഇതൊക്കെ നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ റെസിഗ്നേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് എന്നെ റിലീവ് ചെയ്യാണ്ടായപ്പോൾ ഞാൻ എൻ്റെ മോൻ്റെ കോൺവെക്കേഷന് ഞാൻ പുറത്ത് പോയപ്പോഴും ഈ കല്യാണം കഴിഞ്ഞ ശേഷം ഇതൊന്നും കൂടെ കൂടി. അപ്പോൾ ഞങ്ങളുടെ കടപ്പുറ രംഗങ്ങൾ വേണം, അത് കാണണം, എനിക്ക് നീ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പറയണം. ഇതൊക്കെ പറയാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ സ്റ്റാമർ ചെയ്യാണ് ഇത് പറയുമ്പോൾ. ഇറ്റ്സ് നോട്ട് ഈസി. എല്ലാവർക്കും സെലിബ്രേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ബട്ട് വാട്ട് എ വുമൺ അണ്ടർഗോസ്, അത് പറഞ്ഞു ഫലിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഒരു കാര്യം എങ്ങനെ അങ്ങോട്ട് കൺവേ ചെയ്യണമെന്ന് പോലും അറിയുന്നില്ല. ഇതിൻ്റെ ഒരു 10% അല്ലേ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുന്നുള്ളൂ എന്നുള്ളൊരു വിഷമവും എനിക്കുണ്ട്. കാരണം ഇത് എൻ്റെ കൊച്ചുങ്ങൾ കേൾക്കുന്നുണ്ട്. എക്കാലത്തും ഈ വീഡിയോസ് ഈ ഗൂഗിളിൽ കിടക്കും. ഇതിനൊക്കെ വിക്ടിമൈസ് ആവുന്നത് ഞാനാണ്, എൻ്റെ കുടുംബമാണ്, എൻ്റെ കുട്ടികളാണ്, എൻ്റെ ഫാമിലിയാണ്. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ വീഡിയോസ് കാണണം എന്നായി. പിന്നെ ഞാൻ ഓസ്ട്രേലിയ പോയപ്പോൾ അറിയാം ഞാൻ ഒറ്റയ്ക്കാണെന്നറിയാം, എൻ്റെ ഹസ്ബൻഡ് ട്രാവൽ ചെയ്തിട്ടില്ല എൻ്റെ കൂടെ എന്നുള്ളത് അറിയാം, എൻ്റെ ഫാമിലിയുടെ കൂടെ എന്നുള്ളതും അറിയാം. എന്നിട്ടും ഹി സെൻഡ് മീ മെസ്സേജസ്. ഒന്ന് ഓസ്ട്രേലിയയിൽ ഞാൻ പോയിട്ട് വല്ല ഓസ്ട്രേലിയൻ ആയിട്ട് വല്ലതും ചെയ്യുക, അത് കഴിഞ്ഞിട്ട് അഗൈൻ 1 ടൈം ഫോട്ടോ ഓഫ് ഹിസ് ഹാർഡ് ഓൺ തിങ്സ്, ഹീസ് ഹോണി ഇൻ ദ മോർണിംഗ്. ഇങ്ങനത്തെ ഒക്കെ ഒരു മെസ്സേജസ് ആണ്. ഞാൻ അവിടെ പോയേക്കുന്ന ഒരു സ്പേസിൽ എനിക്ക് ഐ സ്റ്റാർട്ട് ട്രെംബ്ലിങ്. കാരണം ഇത് എടുത്തു തുടങ്ങിയിട്ട് കുറേ കാലമായി റിലീവിങ് ചെയ്യുന്നില്ല. അപ്പോൾ ഫൈനലി ഐ ഹാവ് ടു കൺഫസ് ടു മൈ ഹസ്ബൻഡ്. കാരണം എനിക്കൊരു സൊല്യൂഷൻ വേണ്ടേ. ഞാനും ഇത് പറയാണ്ടിരുന്ന ഇനി കുറേ കൂട്ടർക്ക് ചോദിക്കാം എന്തുകൊണ്ട് ഇതൊന്നും ഹസ്ബൻഡിനോട് പറഞ്ഞില്ല. ഇത് ഹസ്ബൻഡിനോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഇതൊന്ന് ഗെറ്റ് ഓവർ ചെയ്യുന്നതാണ്, ഈ ഓർഗനൈസേഷനിൽ നിന്ന് ഞാൻ പുറത്ത് വരുന്നതാണ്. എനിക്കൊരു 2ാമത് ഞാൻ കല്യാണം കഴിച്ചതാണ്. അപ്പോൾ എനിക്കൊരു പുതിയ ജീവിതമാണ്. ഞാൻ എന്നെ ജസ്റ്റിഫൈ ചെയ്യല്ല, എൻ്റെ തോട്ട് പ്രോസസ്സ് ഞാനിവിടെ ഓപ്പണായിട്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു മാർച്ച് തൊട്ട് തുടങ്ങിയതാണ് റിസൈൻ. ഇതിന് മുമ്പും 2 പ്രാവശ്യം റെസിഗ്നേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ഉള്ളിലത്തെ ആൾക്കാരൊക്കെ ഇടപെട്ടിട്ട് ഇല്ല അതെങ്ങനെ കുഴപ്പമില്ല. എല്ലാ പ്രാവശ്യവും അങ്ങനെയാണ്. നമ്മളിപ്പോൾ റെസിസ്റ്റൻസ് ചെയ്യുന്നില്ലെന്ന് ചോദിക്കുന്നില്ലേ, അത് പറയുമ്പോൾ കുറച്ച് കാലത്തേക്ക് അത് നിൽക്കും, വീണ്ടും അത് തുടരും, അത് വേറെ വല്ല രീതിയിലാവുമെന്ന് മാത്രം. ഓഫീസ് സ്പേസസിൽ, കാറിൽ, ഇതൊക്കെ. അപ്പോൾ ചോദിക്കാം കാറിൽ എന്തിനാണ് പോയത്? പുതിയ കാറുകൾ എടുക്കും, അപ്പോൾ എല്ലാവരും കാറ് കൊണ്ട് കാണിക്കും, അതുപോലെ തന്നെ എന്നെയും കൊണ്ട് കാണിക്കാറുണ്ട്. ഐ എം ഓൾസോ എ സ്റ്റാഫ്. അപ്പോൾ അതിനർത്ഥം ഈ പറഞ്ഞ പോലെ ഞാൻ ആളെ ഹണി ട്രാപ്പിൽ പെടുത്തിയ ഇതന്നെ എനിക്ക് ക്ലാരിഫൈ ചെയ്യാനുമുണ്ട്. ഞാനിപ്പോൾ എല്ലാ ഡോക്യുമെൻസും എല്ലാ കാര്യങ്ങളും പ്രൂഫും വിത്ത് സബ്മിഷൻ ഞാൻ പോലീസിൻ്റെ അടുത്തും കോടതിയുടെ അടുത്തും ജുഡീഷ്യറിയുടെ അടുത്തും എല്ലാവരുടെ അടുത്തും ഞാൻ പോയിട്ടുണ്ട്. ഇതിൻ്റെ സത്യം വരുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഹണി ട്രാപ്പ് എന്ന് പറയുന്നത് എന്താ, ഞാൻ അങ്ങോട്ടേക്ക് ഒരു സെക്ഷുവൽ ചൊവ്വയിലുള്ളൊരു കോൺവെർസേഷൻ ഇനീഷ്യേറ്റ് ചെയ്ത് ആളെ കൊണ്ടാക്കി അതൊരു മ്യൂച്വലായ ഒരു കോൺവെർസേഷനായി ദെൻ ഐ ഡിമാൻഡ് എ റാൻസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഹണി ട്രാപ്പ്. അതല്ലേ ഹണി ട്രാപ്പ്? എൻ്റെ എവിടെയാണ് ഒരു കോൺവെർസേഷൻ കാണിച്ചു തരട്ടെ. അവർ ഈ പറഞ്ഞ ഹണി ട്രാപ്പിൽ പെടുത്തിയവർ അവർ കാണിച്ചു തരട്ടെ. ഒരു പ്രാവശ്യം ഞാൻ ആളോട് ഞാൻ ഈ പറഞ്ഞ ഹണി വർത്തമാനം എവിടെയാണ് പറഞ്ഞേക്കണേ എന്നുള്ളത് ഓപ്പണായിട്ട് ഞാൻ ചോദിക്കുകയാണ്. എവിടെയാണ് ഞാനത് ചെയ്തേക്കുന്നത്? എന്തിനാണ് ഞാൻ ത്രട്ടൺ ചെയ്യേണ്ടത്? ഞാൻ ആകെ കൂടെ ഓൾവേസ് ലൈക്ക് ഐ ഹാവ് കമ്മ്യൂണിക്കേറ്റഡ് എനിക്കിത് ഇഷ്ടമല്ല. അത് കമ്മ്യൂണിക്കേഷൻ, ദാറ്റ് ഈസ് മൈ റൈറ്റ്. സംതിങ് വിച്ച് ഹീ ഡസ് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമല്ല എന്ന് ഞാൻ പലവട്ടം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. 2ാമതായിട്ട് ഇങ്ങനെ ഒരു ഇത് വന്നപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ 17-ാം തീയതി തിരിച്ചെത്തുവാണെങ്കിൽ 18-ാം തീയതി കൂടിയിട്ട് നീ ജോലിയൊക്കെ അവസാനിപ്പിച്ചോ, മതി. ഇതോട് ആസ് എ ഹസ്ബൻഡ് ഹി ടോൾ മീ 18-ാം തീയതി കൂടി ഇതെല്ലാം അവസാനിപ്പിച്ചോ, പോഷൻ്റെ കംപ്ലയിൻറ്റ് നീ കൊടുത്തിട്ടില്ലെന്ന് ചോദിച്ചു. ഞാൻ കൊടുത്തു. അന്നതിന് ശേഷമാണ് ബാക്കിയെല്ലാം എന്നെ ഒഫീഷ്യലി ടെർമിനേറ്റ് ചെയ്യുന്നു, ഈ കാര്യങ്ങളൊക്കെ വരുന്നു, ഇതൊക്കെ വരുന്നു. അതിനുശേഷം ഞാൻ വേണുവിനടുത്തും ഞാൻ വരുന്നവരെ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ പോലും എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരുന്നത് അതാണ്, നീ എന്തിനാണ് ആളോട് എടുത്ത് പറഞ്ഞത്? ഞാൻ പറഞ്ഞു ഐ ഹാഡ് ടു ടെൽ ബിക്കോസ് എൻ്റെ ഭർത്താവും എന്ത് ചെയ്തു, നേരെ ആളുടെ വൈഫിനെ വിളിച്ചു, നികിതനെ വിളിച്ചു. ബിക്കോസ് വേറെ ഏതെങ്കിലും ഒരു എംപ്ലോയി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് HR-നോട് പോവാം, അല്ലെങ്കിൽ മേളത്തെ എംപ്ലോയിയുടെ അടുത്ത് പോവാം. ഇത് ഒരു CEO ഒരു കാര്യം ചെയ്യുമ്പോൾ ആൻഡ് ആസ് ഹ ഹസ്ബൻഡ് വാട്ട് ഷുഡ് ഹി ഡു? നാച്ചുറലി വൈഫിനെ അതും പേഴ്സണലി അറിയാം.
അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ നാട്ടുകാരാണ്. ഞങ്ങൾ വേണുവിൻ്റെ നികിതയുടെ വീട്ടിൽ പോയിട്ടുണ്ട് ഫോർ എ ഡിന്നർ. നികിത ഏച്ചി എന്നാണ് ആളെ വിളിക്കാറ്. നാച്ചുറലി ആൾ വിളിച്ചിട്ട് ഈ പ്രൂഫും കാര്യങ്ങളൊക്കെ കേട്ടു, കാണിച്ചു കൊടുത്തു, സംസാരിച്ചു. അപ്പോൾ ഷീ അപ്പോളജൈസ്ഡ് ഓൺ ഹിസ് ബിഹാഫ്, വേണുസ് ബിഹാഫ്. വാട്ട് എ ഫേറ്റ് ഓഫ് ദറ്റ് വൈഫ്. ഷീ അപ്പോളജൈസ്ഡ് ഓൺ, ആ പ്രൂഫ് പോലും ഉണ്ട് മൊബൈലിൽ ഞങ്ങളുടെ. ഇനി ഉണ്ടാവില്ല, ഞാൻ ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരും ഇതൊക്കെ സക്കംബ് ചെയ്യുന്ന വേറൊരു ഹറാസ്മെൻറ്റ് സക്കംബ് ചെയ്യുന്ന ഒരു ലേഡിയാണ്. സെക്ഷുവൽ ചാറ്റ്സ്, മെയിനായിട്ട് വേണ്ടത് ഫോൺ സെക്സ്, വിച്ച് ഐ ഷുഡ് ബി കോപ്പറേറ്റിംഗ്. പോൺ വീഡിയോസ്, ബാക്കിയുള്ളവരുടെ സ്വയം പോൺ വീഡിയോസ്, ആസ്കിങ് ഫോർ മൈ വീഡിയോസ്. ഓഫീസ് സ്പേസിൽ, ആളുടെ ക്യാബിനിൽ, ഒരു ഫയർ എക്സിറ്റിൽ, കാറിൽ, ഇവിടെ മൊളസ്റ്റേഷൻ, ബിസിനസ് ട്രിപ്സ്. എഗെയിൻ ഐ വോണ്ട് ടു ക്ലാരിഫൈ, ഞാനും ആളും തന്നെ പോയിട്ടുള്ള ട്രിപ്പല്ല ഇതുവരെ. ഞാൻ ആൾ തന്നെ ഒന്നും ട്രിപ്പൊന്നും പോയിട്ടില്ല. എവിടെ വേണമെങ്കിൽ വെരിഫൈ ചെയ്യാതെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. രഹസ്യമായും പരസ്യമായിട്ടും പോയിട്ടില്ല. ഒഫീഷ്യൽ ട്രിപ്സ് മീൻസ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഗോയിങ് ഓൺ ആൻ ഒഫീഷ്യൽ ട്രിപ്പ്. ഞാൻ ക്ലാരിഫൈ ചെയ്യാണ്, ബിക്കോസ് അടുത്തത് വരെ അതാണ്. ഞാൻ എന്തിനും ഒറ്റയ്ക്ക് പോയി സെക്രട്ടറിയിൽ. എഗെയിൻ ഞാൻ സെക്രട്ടറി അല്ലായിരുന്നു, ഞാൻ എക്സിക്യൂട്ടീവ് അസിസ്റ്റൻ്റ് ആയിരുന്നു. ആ റോള് ഗൂഗിൾ ചെയ്താൽ അറിയാം. എക്സിക്യൂട്ടീവ് അസിസ്റ്റൻ്റ് ആൻഡ് പേഴ്സണൽ സെക്രട്ടറി ഈസ് ഡിഫറെൻറ്റ്. ഞാൻ ആളുടെ പേഴ്സണൽ സെക്രട്ടറി അല്ലായിരുന്നു. ആൾ തന്നെ കംപ്ലൈൻറ്റ് കൊടുത്തേക്കുന്നത് പേഴ്സണൽ സെക്രട്ടറി എന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ എക്സിക്യൂട്ടീവ് അസിസ്റ്റൻറ്റ് ടു ദ CEO ആയിരുന്നു. ടു ദ CEO, നോട്ട് ടു എ പേഴ്സൺ, ടു ദ CEO ആയിരുന്നു ഞാൻ. ഇത് കഴിഞ്ഞ് മൂന്നാർ, സിംഗപ്പൂർ ഇങ്ങനത്തെ ട്രിപ്സ് പോയ സമയത്ത് ഞാൻ പബ്ലിക്കലി ഞാൻ വിശദീകരിക്കുന്നില്ല. ചെയ്ത കാര്യങ്ങളും ഇതുമൊക്കെ ഞാൻ പോലീസിന് വ്യക്തമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിന് അഗേൻസ്റ്റാണ് കംപ്ലയിൻറ്റ് പോയേക്കുന്നത്. നെവർ വൺസ് ഹാവ് ഐ സെഡ് ലൈക്ക് എന്നെ ഇത് ചെയ്തു അത് ചെയ്തു പീഡിപ്പിച്ചു നിരന്തരം പീഡിപ്പിച്ചു ഇതൊന്നും അല്ല പറയുന്നത്. എനിക്ക് ഉണ്ടായിട്ടുള്ള ഹറാസ്മെൻറ്റ് വിശദീകരിച്ച് കംപ്ലയിൻറ്റ് ഓഫ് 6 pages 7 pages ഹാവ് ഗിവൺ. ഇതിന് അടിസ്ഥാനത്തിൽ മൊഴി എടുത്തിട്ടുണ്ട്. പോലീസിൻ്റെ ഭാഗത്തുനിന്നും അറിയില്ല, കാരണം അവർ ശക്തരായ ഒരു ടീമാണ് അപ്പുറത്തെ സൈഡിൽ. പവർ, മണി, എവറിത്തിങ് പ്ലേസ്. ആൻഡ് ഇപ്പോൾ വുമനെ തന്നെ അപമാനിക്കുന്ന രീതിയിൽ തന്നെ കുറേ പേര് ഇറങ്ങിയത് കൊണ്ട് ഞാനും ഇപ്പോൾ ഒരു ഹണി ട്രാപ്പിലുള്ള ഒരു വ്യക്തി എന്നുള്ള പറഞ്ഞ രീതിയിലാണ് സമൂഹം എന്നെ കാണുന്നത്. അത് ഐ ഡോണ്ട് മൈൻഡ്, കാരണം ഓൾറെഡി അതിലേക്ക് എത്തിച്ചു. ഞാൻ ആകെ കൂടെ ചെയ്തത് ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കും എന്ന് ഞാൻ എൻ്റെ ശബ്ദം ഉയർത്തി ആഫ്റ്റർ 1.5 years. അത് കൊടുത്തപ്പോഴാണ് ഒരു മീഡിയേഷൻ എന്നുള്ള നിലയിൽ ഞങ്ങൾ വിളിച്ചു വരുത്തിയത്. അതും ഇപ്പോൾ എനിക്ക് ബിമൽ എന്ന് പറഞ്ഞ ഡയറക്ടറിന് കയ്യിന് സുഖമില്ല, അമ്മയ്ക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് താജ് ഒരു പബ്ലിക് സ്പേസിൽ ഞങ്ങൾ വന്നിരുന്നത്. നിങ്ങൾക്ക് CCTV ഫുട്ടേജ് നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു ഹണി ട്രാപ്പിൽ പെടുത്താനാണെങ്കിൽ വി ഡോണ്ട് ഹാവ് ടു കണക്ട് വിത്ത് ഇവരുടെ സ്റ്റാഫിനെയോ ഇവരെ ഒന്നും കണക്ട് ചെയ്യേണ്ട ആവശ്യം ഞങ്ങൾക്കില്ലല്ലോ. ഞങ്ങൾ ഡയറക്റ്റ് ഇറ്റ് ഷുഡ് ബി ടു ദ പേഴ്സൺ ഓർ ടു ഹിസ് വൈഫ്. ഈസിയസ്റ്റ് വേ ഔട്ട് ഇസ് ദാറ്റ്, റൈറ്റ്? ഞങ്ങളിതൊന്നും ചെയ്തിട്ടില്ലല്ലോ. അവിടെ നിന്നാണ് ഇങ്ങോട്ടേക്ക് കോൾസ്. ഞങ്ങൾ CDR റിപ്പോർട്ടും മറ്റേതിനുമൊക്കെ കൊടുത്തിട്ടുണ്ട്, മൊബൈലിൻ്റെ ഇതിനൊക്കെ. ആരെ വിളിച്ചു എന്നുള്ളത് ഇപ്പോൾ പുറത്ത് വരുമല്ലോ. ആരെ വിളിച്ചു? ഞാൻ ഫോറൻസിക്കിന് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഫോൺ. വേണുവിൻ്റെ ഫോൺ ഫോറൻസിക്കിന് കൊടുത്ത എൻ്റെ മാത്രമല്ല പലതും കിട്ടുമല്ലോ, കിട്ടട്ടെ. 30 കോടി നിങ്ങൾ ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ 50,000 രൂപ വാങ്ങിയെന്ന് അവർ പറയുന്നുണ്ട്. അത് ഇതിൻ്റെ ഭാഗമായിട്ട് വാങ്ങിയാണോ? എങ്ങനെയാണ്? ഞങ്ങൾ മൺഡേ ആണ് കാണണമെന്ന് ആദ്യം പറഞ്ഞത്. ഇത് 28-ാം തീയതി ആദ്യം വേണുവും നികിതയും ഈ ബിമലും ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ കണ്ട് ഇത് നമുക്ക് നല്ല രീതിയിൽ അത് അവസാനിപ്പിക്കാം എന്നുള്ളതാണ്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ വിളിച്ച്, കാരണം ഭാര്യനെ വിളിക്കുക, ഭർത്താവിനെ വിളിക്കുക, ഇങ്ങോട്ടും അങ്ങോട്ടും ഇത് കുറേ ദിവസമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം 7-ാം തീയതി മുതൽ തുടങ്ങിയതാണിത്. ഞാൻ ഓസ്ട്രേലിയയിൽ ഉള്ളപ്പോൾ തൊട്ട് തുടങ്ങിയതാണ്. 29-ാം തീയതി വരെ ഇതേ കൺഫ്യൂഷൻസാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ ഹീസ് എ മെയിൽ, ഹീസ് എ ഹസ്ബൻഡ്. ഞങ്ങൾക്ക് രണ്ടാമതൊരു ജീവിതം കിട്ടിയതാണ്. ഇതിനിടയിൽ കൂടെ വേറൊരു അതിഥി വന്ന് ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നാച്ചുറലി ഒരു ഹസ്ബൻഡ് വിൽ റിയാക്ട്. ആ റിയാക്ഷൻ വാസ് ബാഡ് എന്ന് പറഞ്ഞാൽ ആൾക്ക് ആങ്കർ ആയിരുന്നു. ആർക്കാണെങ്കിലും രണ്ടും കൊടുക്കണം എന്നേ തോന്നുള്ളൂ ഇങ്ങനെയൊക്കെ ചെയ്ത ഒരാൾക്ക്. നിങ്ങളും ഒരു മെയിലല്ലേ, നിങ്ങൾക്കും ഒരു സിസ്റ്റർ, നിങ്ങൾക്കും ഒരു വൈഫല്ലേ. ഇഫ് ദാറ്റ് ഹാപ്പൻസ് പോട്ടെ, ഇങ്ങനത്തെ ഒരു ലൈൻ ഓഫ് ചാറ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വോണ്ട് യു റിയാക്ട്? ദാറ്റ്സ് ദ സെയിം റിയാക്ഷൻ വിച്ച് ഹീ ഡിഡ്. ഇതങ്ങനെ ചെയ്ത് ആൻഡ് ഹീ വാസ് സ്ട്രോങ് ദാറ്റ് ലൈക്ക് നീ ഇത് കംപ്ലയിൻറ്റ് കൊടുത്തേ പറ്റൂ, ഇത് പുറത്തേക്ക് വന്നേ പറ്റൂ. അത് എന്നോട് പറയുണ്ടായിരുന്നു. ഞാൻ അതിനെ സോൾവ് ആയിട്ട് പോകാനായിരുന്നു ഞാൻ നിൽക്കണ്ടായിരുന്നേ. കാരണം അവിടെ 700-800 ഫാമിലീസ് ആർ ഇൻവോൾവ്. ഞാൻ അവിടെ വർക്ക് ചെയ്തത് കൊണ്ട് എനിക്ക് കുറച്ച് മാനസിക പരിഗണന കുറച്ച് കൂടുതലും കൊണ്ടും ഇത് അവസാനിച്ച് പോട്ടെ എന്നാണ് ഞാൻ വിചാരിച്ചത്. എന്തെങ്കിലും അപ്പോൾ ഇരുന്ന് ഞാൻ ലാപ്ടോപ്പും കാര്യങ്ങളും തിരിച്ചു കൊടുക്കണം, കാര്യങ്ങളൊക്കെ ഇതാക്കണം, ഇതോട് കൂടിയിട്ട് സെറ്റിൽ ആവട്ടെ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. 30 കോടി നിങ്ങൾ ആവശ്യപ്പെട്ടാണോ അവർ തരാമെന്ന് പറഞ്ഞു? 30 കോടി നെവർ. 30 കോടി പോയിട്ട് 30 രൂപ പോലെ. ആളെ 2-3 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. എത്ര പൈസ വേണമെങ്കിൽ തരാം, ഇതിന് റിയാക്ട് ചെയ്യാണ്ടിരിക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പോഴൊക്കെ തിരിച്ചു വിട്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ തിരിച്ചു വിട്ടു ആൾ. വല്ല പൈസയുടെ കാര്യം സംസാരിക്കാനാണെങ്കിൽ തിരിച്ചു പൊക്കോന്ന് പറഞ്ഞിട്ട് അവർ കൊടുങ്ങല്ലൂർ വരെ എത്തിയതാ. അവർ തിരിച്ചു പോയി. പിന്നീടാണ് ഈ ബിമൽ എന്ന് പറഞ്ഞ ഡയറക്ടറിനെ ഇറക്കുന്നത്.
അടുത്തത്, വേണു ഹാസ് നെവർ കം ഔട്ട് റൈറ്റ് ഫ്രം. ഞാനൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനൊരു കാര്യം ഭാര്യേനെ വിളിച്ചു പറഞ്ഞു, ഓഫീസിലത്തെ കുറച്ച് പേർക്ക് അറിഞ്ഞു. ഇതൊക്കെ അറിഞ്ഞപ്പോൾ അവിടുത്തെ ഉള്ളവരുടെ അടുത്ത് തന്നെ നിങ്ങൾ ഒരു ചെറിയൊരു കാര്യം നിങ്ങളോട് അന്വേഷിക്കൂ, വെദർ ഹി ഹാസ് കം ടു ഓഫീസ് അൺടിൽ ദ ഡേ ഐ വാസ് അറസ്റ്റഡ്. അങ്ങനെ എന്തിനാണ് അത് മുങ്ങുന്നത്? അങ്ങനെയാണെങ്കിൽ എന്തിനാണ് മുങ്ങുന്നത്? ഇഫ് യു ആർ സ്കെയർഡ് ഓഫ് സംതിങ് ഐദർ യു കൺഫ്രണ്ട് ഇറ്റ്. അതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിക്കബിളി അതിനെ എങ്ങനെയാണെന്ന രീതിയിൽ ഒരു CEO അല്ലേ, ഇൻവോൾവിങ് ഹിസ് പേഴ്സണൽ ലൈഫ് അല്ലേ. ഇഫ് യു ക്യാൻ കൺഫെസ് ടു യുവർ വൈഫ്, ആളത്രേ പറഞ്ഞുള്ളൂ, ഒരു സോറി അപ്പോളജി ഈസ് നീഡഡ് ടു ഹർ. ദിസ് ഈസ് വാട്ട് ഈസ് നീഡഡ്. ഞങ്ങളുടെ മുമ്പിൽ ഒരു സോറി പറയണം. ആദ്യം പറഞ്ഞുകൊണ്ടിരുന്ന അതാണ്, ഓഫീസിൽ സ്പേസിൽ തന്നെ സോറി പറയിപ്പിക്കണം, ഓഫീസ് സ്പേസിൽ തന്നെ സോറി പറയിപ്പിക്കണം എന്നാണ്. ഇതെല്ലാം അവിടുത്തെ എല്ലാവരും സ്റ്റാഫിനോടും ചോദിക്കും. ഒരു 4-5 സ്റ്റാഫിൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ നിന്ന് 10 കോടിയുടെ 20 കോടിയുടെ 2 ചെക്ക് കിട്ടി, 10 കോടി 10 കോടി, അതെന്താണ്? ഞങ്ങൾക്ക് ഒരു ചെക്കും കിട്ടിയിട്ടില്ല, ഒരു ചെക്കിൻ്റെ ആവശ്യമില്ല. ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ളത് കാര്യങ്ങൾ അത് തന്നെ തലേ ദിവസം ഒരു 50,000 രൂപ നികിതയുടെ അക്കൗണ്ടിൽ നിന്ന് വരുന്നു. നികിതയുടെ അക്കൗണ്ട് അപ്പോൾ ഈ ബിമലാണല്ലോ കോർഡിനേറ്റ് ചെയ്യുന്നത്. അതിന് മുമ്പ് 2 ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു, ഈ പറഞ്ഞ പോലെ എബി, ജേക്കബ്. ഇവരായിരുന്നു വേണുവിന് വേണ്ടി അഡ്വക്കേറ്റ് ചെയ്തിരുന്നത്. പിന്നെ അത് മാറി, ഒരാൾ മാത്രമായി മാറി, ബിമൽ മാത്രമായി മാറി, പോയിന്റ് ഓഫ് കണക്ട്. അപ്പോൾ തലേ ദിവസം ഇതേപോലെ 50,000 ട്രാൻസ്ഫർ ചെയ്യുന്നു. അടുത്ത മൊമെന്റ് ഭാര്യ നികിത ഷാ പട്ടാലി ശിവശങ്കരൻ, വേണുവിൻ്റെ വൈഫ്, ആളുടെ അക്കൗണ്ടിൽ നിന്ന് വരുന്നു. അപ്പോൾ തന്നെ ഞാൻ ചോദിക്കുന്നുണ്ട്, എന്തിനാ 50,000 ആളുടെ അക്കൗണ്ടിൽ നിന്ന് വന്നേ? കാരണം അതിന് മുമ്പ് ബിമൽ വിളിച്ച് പറയുന്നു, നിങ്ങളുടെ എമൗണ്ട് അക്കൗണ്ടിലേക്ക് ഇടും, സാലറിയുടെ സെറ്റിൽമെൻറ്റ് അക്കൗണ്ടിലേക്ക് വരും എന്ന് പറഞ്ഞു. ഞങ്ങളും അത് പ്രതീക്ഷിച്ചിട്ടിരിക്കുകയാണ്, ഇങ്ങോട്ടേക്ക് ഇടും, പിറ്റേ ദിവസം നമുക്ക് കാണാം, മൺഡേ ആണല്ലോ കാണാമെന്ന് പറഞ്ഞ്. മൺഡേ അവർ മാറ്റി ട്യൂസ്ഡേ ആക്കി മീറ്റിംഗ്. മൺഡേ വൈകുന്നേരം ആയപ്പോൾ 50,000 വരുന്നു. അപ്പോൾ ബിമൽ വിളിക്കുന്നു, എന്നിട്ട് ബിമൽ ചോദിക്കുന്നു 50,000 ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട്, നികിതയുടെ അക്കൗണ്ടിൽ നിന്നാണോ വന്നേക്കുന്നത്, ലിറ്റ്മസിൻ്റെ അക്കൗണ്ടിൽ നിന്നല്ലല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ ജസ്റ്റിഫിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എബി ജേക്കബ് എല്ലാവരെയും ലിറ്റ്മസിൽ നിന്ന് എല്ലാവരും നമ്മൾ മാറ്റിയെടുത്താൽ ഇതിങ്ങനെ ഒരു വഷളായ ഒരു കേസല്ലേ, അപ്പോൾ നമുക്ക് അമിക്കബിളി ഇത് സോഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇനിയൊന്നും ലിറ്റ്മസിലേക്ക് ഇത് വേണ്ട, ടെർമിനേഷൻ അല്ലേ കാണിച്ചേക്കുന്നത്, ഇനിയൊന്നും വേണ്ട എന്ന് പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ സ്ക്രീൻഷോട്ട് ചോദിച്ചപ്പോഴും ഞാൻ എൻ്റെ ടെക്സ്റ്റ് മെസ്സേജ് വരുമല്ലോ, ടെക്സ്റ്റ് മെസ്സേജ് എൻ്റെ ബാങ്കിൻ്റെ എൻ്റെ സാലറി അക്കൗണ്ടിലേക്ക് തന്നെയാണ് വന്നേക്കുന്നത്, അതിലേക്ക്. അപ്പോൾ സാലറി അക്കൗണ്ടിലും കൂടി ആയപ്പോൾ എനിക്ക് അത്ര വലിയ എനിക്കൊരു ഇതൊന്നും തോന്നിയില്ല. ഞാനത് മെസ്സേജ് ഞാൻ ആൾക്ക് അയച്ചും കൊടുത്തു. അതിന് ഓക്കെ താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ആൾ മെസ്സേജ് അയച്ചു. എന്നിട്ട് നാളെ രാവിലെ 10:30 കാണാമെന്ന് പറഞ്ഞു. പിന്നെ അത് മാറ്റി 11:30 ആക്കി. 11:30 ആയിട്ട് 11:40 അവർ വരുന്നു. ബാക്കിയുള്ള സ്റ്റോറീസ് വാട്ട് യു സോ. ഞങ്ങൾ ഒരു ചെക്കും കണ്ടിട്ടില്ല, ഞങ്ങൾ ഒരു 30 കോടിയും ചോദിച്ചിട്ടില്ല, 30 കോടി പോയിട്ട് 1 രൂപ പോലും ചോദിച്ചിട്ടില്ല. ഇങ്ങോട്ടേക്കാണ് മീഡിയേഷൻ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയത്. പിന്നെ പറയുന്നത് ഞങ്ങൾ അവരെ വിളിച്ചു വരുത്തിയെന്നാണ്. പോലീസ് കണ്ടെടുത്ത ഈ ചെക്കുകളും അതിനുള്ള സ്റ്റോറിയാണ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യുന്നില്ല, കാരണം ആ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന കാരണം ഞാൻ അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അത് നമുക്ക് അവിടെ തന്നെ തെളിയുമ്പോൾ നമുക്കറിയാം. എത്ര നാളായിട്ട് ഈ വേണുഗോപാലകൃഷ്ണൻ്റെ കൂടെ ജോലി ചെയ്യുന്നുണ്ട്? ഞാൻ 1 കൊല്ലം 5 മാസം. February 14th, 2024 to July 11th ടെർമിനേറ്റ് ചെയ്ത ദിവസം 11th വരെ. എന്ന് മുതലാണ് ഇയാളുടെ ഈ സ്വഭാവത്തിൽ ഇങ്ങനെ ഒരു പെരുമാറ്റം, അതായത് നിങ്ങളോടൊരു മോശമായ രീതിയിൽ പെരുമാറി തുടങ്ങിയത്? തുടക്കം മുതലേ ഉണ്ടായിരുന്നു, പക്ഷെ ചിലതൊന്നും നമ്മളങ്ങനെ കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ച് വെക്കും. അപ്പുറത്തുനിന്ന് വെറുതെ മെസ്സേജ് അയക്കുക, വൈകുന്നേരം നമുക്ക് അങ്ങോട്ട് പോവാം ഇങ്ങോട്ട് പോവാം എന്ന് പറയാം. റെസ്പോണ്ട് ചെയ്യാണ്ടിരുന്ന കാര്യം കഴിഞ്ഞില്ലേ, അത് ഇവേഡഡ് ആണല്ലോ, നേരിട്ട് ഈ ചോദിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മളത് വിട്ടിരുന്നു. പിന്നീട് അത് അഗ്രിവേറ്റ് ആയത് 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാ, അറൗണ്ട് ഏപ്രിൽ ആ സമയത്താണ് അഗ്രിവേറ്റ് ആയത്. എന്തുകൊണ്ട് അന്ന് ഈ ജോലി ഉപേക്ഷിച്ചില്ല എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്, അതിനുള്ള കാരണം എന്താ? ഉപേക്ഷിക്കാൻ 2-3 പ്രാവശ്യം ശ്രമിച്ചിരുന്നു. ഇതേ പോലെ തന്നെയാണ്, റിലീവിങ് തരൂല. എനിക്ക് HR-ലേക്ക് മെയിൽ അയക്കാനും സമ്മതിക്കില്ല. പേഴ്സണൽ മെയിലിലേക്കാണ് ഞാൻ അയക്കേണ്ട ആളുടെ. പേഴ്സണൽ മെയിൽ ഇൻ ദ സെൻസ് ലൈക്ക് വേണുവിൻ്റെ ഒഫീഷ്യൽ ID പേഴ്സണൽ അതിലേക്കാണ് ഞാൻ അയക്കേണ്ടത്. എൻ്റെ റിപ്പോർട്ടിംഗ് മാനേജർ ആളാണ്, റിലീവ് ചെയ്യില്ല. പിന്നെ ഭീഷണിയാണ്, നിന്നെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും, നീ അവിടെ പോയി കഴിഞ്ഞാൽ നിനക്ക് ഇനി എന്ത് ചെയ്യും, ജോലി എന്ത് നീ ചെയ്യും. കാരണം അന്ന് ഞാൻ കല്യാണം കഴിഞ്ഞിട്ടില്ല, ഐ വാസ് സിംഗിൾ ആൻഡ് ഞാനൊരു സിംഗിൾ മദറുമാണ്. അപ്പോൾ എനിക്ക് ഐ ഹാവ് മൈ ഓൺ എൻ്റെ എക്സ്പെൻസസ് ടു ബി കവേർഡ്, എൻ്റെ കാര്യങ്ങളുണ്ട്. ദ സാലറി വാസ് വെരി മച്ച് നീഡഡ് ഫോർ മീ ആസ് വെൽ. അപ്പോൾ റെസിസ്റ്റൻസ് എപ്പോഴും ചെയ്യും, പുറത്ത് കിടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അടുത്തൊരു ജോലി വേണ്ടേ. എനിക്ക് ഇവർ മര്യാദയ്ക്ക് ഒരു പേപ്പർ തന്നാലല്ലേ എനിക്ക് അടുത്ത് പോയിട്ട് ഒരു ജോലി എടുക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ പുറകെ ഞാൻ അവിടുത്തെ സ്റ്റാഫിനോട് പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ പോഷൻ്റെ ആൾക്കാരുടെ കൺസേൺ പേഴ്സൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ മീഡിയേഷനാണ്, ഇല്ല ഇനി ഉണ്ടാവില്ല, അപ്പോഴും റിലീവ് ചെയ്യില്ല. ഫൈനലി വെൻ ഐ ഗോട്ട് എ ചാൻസ്, എനിക്കത് പറ്റുന്നില്ല, കല്യാണം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഐ ഗോട്ട് എ ഫിയർ. കാരണം ഞാൻ ആളോട് അടുത്ത് പറഞ്ഞിട്ടില്ല, ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ബിക്കോസ് ഐ തോട്ട് ലൈക്ക് ദാറ്റ് ഈസ് മൈ പാസ്റ്റ്, അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പിന്നീടും ഇത് എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ ഒന്നും കൂടെ അഗ്രിവേറ്റഡ് ആയി, അത് വളരെയധികം അഗ്രിവേറ്റഡ് ആയി, മോശം രീതിയിൽ പോകാൻ തുടങ്ങി. ആസ്കിങ് അബൌട്ട് അവർ ലൈഫ് ആൻഡ് ആൾക്കത് പേഴ്സണലി വാച്ച് ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, അങ്ങനത്തെ ഒക്കെ ഒരു കാര്യങ്ങളായപ്പോൾ ഐ ഹാഡ് ടു കൺഫസ് ടു മൈ ഹസ്ബൻഡ് സോ ദാറ്റ് ലൈക്ക് ഇത് ഒന്നുമില്ലെങ്കിൽ എൻ്റെ
ഈ ജീവിതം നിൽക്കും അല്ലെങ്കിൽ ആ ജീവിതം നിൽക്കും, എന്താണെങ്കിലും ഐ കാൻ ടേക്ക് ഇറ്റ് എനിമോർ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ കൺഫസ് ചെയ്തത്. ഈ ഹണി ട്രാപ്പിൽ കുടുക്കിയെന്ന് പറഞ്ഞിട്ടുള്ളൊരു കേസ് വന്നു, അതിനുശേഷം എന്താണ് ജീവിതത്തിൽ വന്ന ഒരു പ്രധാന നേരിടേണ്ടി വന്ന കാര്യങ്ങൾ? ഈ ഹണി ട്രാപ്പ് വരുന്നതിന് മുമ്പ് തന്നെ ഇവർ അതിൻ്റെ ഹിൻസ് തന്നിട്ടുണ്ടായിരുന്നു. കാരണം ഒരു മീഡിയേഷൻ മീറ്റിംഗ് ആ തേഴ്സ്ഡേ ഒരെണ്ണം വിളിച്ചതിൽ തന്നെ ഈ ബിമൽ എന്ന് പറഞ്ഞ വ്യക്തി എനിക്ക് ത്രട്ടനിങ് ടോണിലാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാനത് അന്ന് വലിയ കാര്യമാക്കിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞത് ഇവനോടൊന്ന് അടങ്ങാൻ പറ, ഇവനോടൊന്ന് നടക്കാം. കാരണം ഹീ വാസ് ലൈക്ക് എനിക്ക് വേണുവിനെ കാണണം, എനിക്ക് വേണുവിനെ കണ്ടിട്ട് ഞാനത് തീർക്കുള്ളൂ. ആൻഡ് ഹീ വാസ് തന്നെ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനത്തെ ഓരോ സ്റ്റോറീസ്. ആൻഡ് ഹി വാസ് ഷോയിങ് പ്രൂഫ് ടു ബിമൽ. ആ CCTV ഫുട്ടേജ് ചെക്ക് ചെയ്താൽ അറിയാം, ഷോയിങ് ദ വീഡിയോ ഓഫ് വേണു ടു ബിമൽ. ആൻഡ് ഹീ ഈസ് ലൈക്ക് ഡൂയിങ് ദിസ്. നിങ്ങൾ ആ CCTV നോക്കൂ, അതിലുണ്ടാവും. അന്നും വെൻ മൈ ഹസ്ബൻഡ് വെൻറ്റ് ടു ദ വാഷ്റൂം, എൻ്റെ അടുത്ത് ആളുടെ അടുത്ത് ഒരു ടോൺ, എൻ്റെ അടുത്ത് ഒരു ടോണായിരുന്നു. എന്നോട് പറഞ്ഞത് അതാണ്, നീയാണ് ഇതിനെല്ലാം കാരണം, നീ മെസ്സേജസ് ഒന്നും നീ ഡിലീറ്റ് ചെയ്തില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ബിമലേട്ടനും 2 പെമ്മക്കളില്ല. കാരണം ഐ ഹവ് നെവർ സീൻ ദിസ് ഫേസ് ഓഫ് ബിമലേട്ടൻ എവർ. ഇപ്പോഴും ബിമലേട്ടൻ എന്ന് വിളിച്ചാൽ എൻ്റെ വക്കീൽ ഇപ്പോൾ ചീത്ത പറയും, മിസ്റ്റർ ബിമൽ. എനിക്ക് ഇപ്പോഴും അങ്ങനെ വരുന്നുള്ളൂ, ബിക്കോസ് ഈസ് എൻ എൽഡർലി പേഴ്സൺ. ഐ ഹവ് സീൻ ഹിം ലൈക്ക് ദാറ്റ്. ആൻഡ് വെൻ ബിമലേട്ടനെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ, മിസ്റ്റർ ബിമലിനെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഐ ടോൾഡ് മൈ ഹസ്ബൻഡ്, വേണുവിൻ്റെ ഏറ്റവും വലിയ അഡ്വൈസറിയാണ്, ഹീസ് എ പ്രായമായ ഒരു വ്യക്തി, അതുകൊണ്ടാണ് ഞാൻ പോവാമെന്ന് തന്നെ ഞാൻ പറഞ്ഞത്. ഇഫ് നോട്ട് ഇത് വേറെ ഏതെങ്കിലും ഒരാളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആളെ മീറ്റിപ്പിച്ചിട്ടേ ഉണ്ടാവില്ലായിരുന്നു. ഇതൊന്ന് സെറ്റിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട്, ആ സിറ്റുവേഷൻ ഒന്ന് സോബർ ഡൗൺ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഒരു കോൾ പോലും ഒരു എംപ്ലോയിയുടെ അടുത്ത് പോലും, എൻ്റെ ഒരു സഹപ്രവർത്തകനോ പ്രവർത്തകയുടെ അടുത്ത് പോലും ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നൊന്ന് ചോദിക്കൂ. ഞാൻ പറഞ്ഞിട്ടുണ്ടാവില്ല ദാറ്റ് ഐ വിൽ ഡൂ ദിസ്, ഐ വിൽ ഡൂ ദാറ്റ്. ഞാൻ വേണുവിനോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കും. വേണു എനിക്ക് അഗേൻസ്റ്റാണ് കേസ് കൊടുത്തേക്കുന്നത്, ഞാൻ വേണുവിനെ മിരട്ടിയിട്ടുണ്ടോ, ഓർ ഞാൻ വേണുവിനെ ഹണി ചാറ്റ് ചെയ്തിട്ടുണ്ടോ? ഇത് രണ്ടും ഉണ്ടെങ്കിലല്ലേ, അടിസ്ഥാനം ഉണ്ടെങ്കിലല്ലേ ഈ ഹണി ട്രാപ്പ് ഉള്ളൂ. ഇത് രണ്ടും ഇല്ല. ഞങ്ങൾ ബാക്കിയുള്ളവരെ മിരട്ടി, XYZ എന്ന് പറഞ്ഞ ഈ ബിമൽ എബി ജേക്കബിനെ വരട്ടി, എന്നിട്ട് ഹണി ട്രാപ്പിൽ കൊടുക്കുമെന്ന് പറഞ്ഞതു അല്ല, ഹണി ട്രാപ്പിൽ കൊടുക്കുമെന്നും എന്താ ഞങ്ങൾ 30 കോടി ആവശ്യപ്പെട്ടെന്നും പറഞ്ഞിട്ട് വേണു എനിക്കും ആൾക്കും അഗേൻസ്റ്റ് കേസ്. ഇത് എവിടത്തെ ന്യായം? പരാതി കൊടുക്കാതിരുന്നത് മണ്ടത്തരമായെന്ന് തോന്നുന്നു. എന്നും ഈവൻ ടുഡേ മോർണിംഗ് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞുകൊണ്ടിരുന്നത് നിന്നോട് ഞാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. എൻ്റെ മൈൻഡിലും 2 കൗണ്ടറിംഗ് ആയിരുന്നു. ഫാമിലിയിലും എല്ലാവർക്കും അറിയാം ഇത്. അപ്പോൾ ഫാമിലിയിലും പ്രായമായ അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്നതാണ്, ആൾ പറഞ്ഞതും ശരി, ഈ ആൾ പറഞ്ഞതും ശരി, എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞതും ശരി. ഹസ്ബൻഡ് പറഞ്ഞു, ഇത് കൊടുത്തിട്ടിരുന്നെങ്കിൽ ഇന്ന് കഥ വേറെയല്ലേ, ഇപ്പോൾ ഇങ്ങനെ നമ്മളിത് സഫർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. ഇത് കൊടുക്കാൻ പോകുമെന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛൻ പറയുണ്ടായിരുന്നു അവർ കോപ്പറേറ്റ്സ് ആണ്. പറഞ്ഞു കേട്ടോ, മനുഷ്യൻ, 73 വയസ്സായ മനുഷ്യൻ എന്നോട് പറഞ്ഞു, കോപ്പറേറ്റ്സ് ആണ് മോളെ, വെറുതെ അതിനൊന്നും നിൽക്കണ്ട, നിങ്ങളിപ്പോൾ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ, അത് റിസൈൻ ചെയ്തു കഴിഞ്ഞു, അതൊരു പാസ്റ്റ് ചാപ്റ്ററായിട്ട് അത് വിട്ടേക്ക്. ഇറ്റ്സ് നോട്ട് ദാറ്റ് എൻ്റെ ഫാമിലിക്കോ ആളുടെ ഫാമിലിക്കോ അറിയാത്തതൊന്നുമല്ല, ഇതൊക്കെ അറിയുന്നതാണ്. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ അച്ഛൻ പറഞ്ഞത് കേട്ടു, അവിടെ തെറ്റിപ്പോയി. നിങ്ങളുടെ ചിത്രങ്ങളടക്കമൊക്കെയാണ് മാധ്യമങ്ങൾ വാർത്ത കൊടുത്തത്, അതിനുശേഷം ഇപ്പോഴത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ്? അല്ല, ഇപ്പോൾ ഇസ് ലൈക്ക് അതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇത് വന്നു, ഐ ഹാവ് ടു ഫേസ് ഇറ്റ്. നമുക്കിതൊന്നും ഇറേസ് ചെയ്യാൻ പറ്റില്ലല്ലോ, വാട്ട് എവർ ഇസ് ദെയർ എന്നുള്ളത്. ഓൺലി തിങ് വി ക്യാൻ ഡു ഇസ് ലൈക്ക് നമുക്ക് വി ക്യാൻ ഫൈറ്റ് ഫോർ ജസ്റ്റിസ് ആൻഡ് ട്രൂത്ത് ഷുഡ് കം ഔട്ട്. ഇത് മാത്രമാണ് അപ്പോഴും ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നത്, ഇപ്പോഴും അത് തന്നെയാണ് ഇൻറ്റൻഷൻ. ഡാമേജ് ചെയ്യണതൊക്കെ അവർ ഡാമേജ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇതൊക്കെ ചെയ്തേ. അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിനൊരു പ്രോട്ടോകോൾസും അവർ പാലിച്ചിട്ടില്ല. മീഡിയ വാസ് ദെയർ റൈറ്റ് ഫ്രം താജ് എപ്പിസോഡ്. ഇതൊക്കെ തന്നെയാണ് ഐ എം നോട്ട് സ്പീക്കിംഗ് മച്ച് അബൌട്ട് ദ കേസ്, കാരണം അത് നടന്നുകൊണ്ടിരിക്കണ കാരണം. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പോലീസ് തന്നെ ഞങ്ങളുടെ ഫോട്ടോ എടുക്കുന്നു, പോലീസ് തന്നെ അത് പബ്ലിഷ് ചെയ്യുന്നു. നമ്മളോടത്ത് പറയുന്നത് ഞങ്ങളുടെ റെക്കോർഡ്സിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നു. യു ക്യാൻ സീ ബാക്കിൽ കമ്മീഷണർ ഓഫ് പോലീസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബാക്കിൽ ഇട്ടേക്കുന്നത്. സോ വി നോ വി ആർ പാർട്ട് ഓഫ് വൺ ബിഗ് ഡ്രാമ ഓർ സ്കാം വാട്ട് ഇറ്റ് ഇസ്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ആകെ കൂടെ വാട്ട് ഡു വി ഹാവ് ടു ലൂസ്? ഞങ്ങൾക്ക് സ്വയവും ഞങ്ങളുടെ മക്കൾക്കും വേണ്ടിയിട്ട്, നോട്ട് ഈവൻ ടു മൈ പാരൻസ് ഓർ ഹിസ് പാരൻസ്, ഇനി ജീവിക്കാൻ പോണത് ഞങ്ങളും ഞങ്ങളുടെ മക്കളുമാണ്. ഞങ്ങളുടെ 3 മക്കൾക്കും വേണ്ടിയിട്ട് വി ഹാവ് ടു ഫൈറ്റ്. അത് തന്നെ പറ്റുള്ളൂ. ട്രൂത്ത് വിൽ കം ഔട്ട്, വി വിൽ ഫൈറ്റ്. ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. ഡാമേജ് ചെയ്യേണ്ടതൊക്കെ ചെയ്തല്ലോ. ഇനി എന്നും ഗൂഗിളിൽ ഞങ്ങൾ ഇത് തന്നെയല്ലേ, ഹണി ട്രാപ്പ്. ലിറ്റ്മസ് വേണുഗോപാലകൃഷ്ണനെ പറ്റി പലരും പറയുന്നത് നല്ല അഭിപ്രായങ്ങളാണ്, അയാൾ നല്ലൊരാളാണ്, നിങ്ങൾ വെറുതെ പറയുന്നതാണ്, കാശ് തട്ടാൻ വേണ്ടി ചെയ്യുന്ന പരിപാടികളൊക്കെയാണെന്നാണ് പറയുന്നത്. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണോ? ഞാൻ പറഞ്ഞില്ലേ, എല്ലാ മനുഷ്യന്മാർക്കും 2 സൈഡ്സ് ഉണ്ട്. ഈവൻ യു ആൻഡ് മീ 2 ഗ്രേ സൈഡ്സും ഉണ്ടാവും, പ്ലസ്സും ഉണ്ട് മൈനസും ഉണ്ട്. ഹീ ഈസ് വെരി ഗുഡ് ആസ് എ CEO, വെരി ഗുഡ് ബിസിനസ്മാൻ, എംപ്ലോയീസിനെ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ട് വയ്ക്കുന്ന ഒരു മനുഷ്യൻ, വളരെയധികം വിഷണറി ഒക്കെയാണ്. അതൊന്നും ഞാൻ ഇല്ലയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ബട്ട് ഹി ഹാസ് ആൻ അതർ സൈഡ് വേറെൻ ലൈക്ക് ഹി ഈസ് എ സെക്സ് ഫോർവേഡ്. ദാറ്റ്സ് ആൻ അതർ സൈഡ് ഓൺലി പീപ്പിൾ. അത് ആണുങ്ങൾക്കും കൂടി പറയാൻ പറ്റില്ലല്ലോ, ഒരു സെറ്റ് ഓഫ് പീപ്പിളിനെ അറിയുള്ളൂ. പീപ്പിൾ ഹൂ കോപ്പറേറ്റ് ഇസ് ഫൈൻ, പീപ്പിൾ ഹൂ ഡോണ്ട് കോപ്പറേറ്റ് ആൻഡ് പീപ്പിൾ ലൈക്ക് മീ. നമ്മളത് പറഞ്ഞാൽ അപ്പോഴും
സമൂഹത്തിൽ പണവും പൈസയും പദവിയും ഉള്ളവർ മാന്യന്മാർ. മാന്യനല്ല എന്ന് പറയുന്നില്ല. വെൻ ഇറ്റ് കംസ് ടു ബിസിനസ്, വെൻ ഇറ്റ് കംസ് ടു ബാക്കി അതർ തിങ്സ്, ഹീ ഈസ് എ വിഷണറി. അതിലെനിക്ക് ഒന്നും മാറ്റി പറയാനില്ല. ഐ ഹാവ് ഹ്യൂജ് റെസ്പെക്ട് വെൻ ഇറ്റ് കംസ് ടു ആ സൈഡ്. ബട്ട് ഈ സൈഡ് വാട്ട് എവർ ഹി ഹാസ് ഡൺ ടു മീ ആൻഡ് ലോട്ട് ഓഫ് അതർ പീപ്പിൾ, അതിനെന്ത് ജസ്റ്റിഫിക്കേഷനാണ് ഉള്ളത്? ഭർത്താവിൻ്റെ പൂർണ്ണ സപ്പോർട്ടുണ്ട്. ഭർത്താവിൻ്റെ മാത്രമേ നല്ല പൂർണ്ണ സപ്പോർട്ടും ഉള്ളൂ. ഞാനിപ്പോൾ ഇന്ന് ഇവിടെ ഒരു സൂസൈഡൽ നിലവിൽ അല്ലാണ്ട് നിൽക്കുന്നത് ഇസ് ബിക്കോസ് ലൈക്ക് എവറി ഡേ ഹീ ഗിവ്സ് മീ സ്ട്രെങ്ത്. എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പം ഞാനും പറയുന്നുണ്ട്, എന്തിനാ എൻഡ് ഓഫ് ദി ഡേ നമുക്ക് മതിയായി തുടങ്ങുമല്ലേ? കാരണം എല്ലാ സൈഡിൽ നിന്നും അറ്റാക്കാണ്. പോലീസിൻ്റെ സൈഡിൽ നിന്ന്, മീഡിയയുടെ സൈഡിൽ നിന്ന്, പബ്ലിക്കിൻ്റെ സൈഡിൽ നിന്ന്, ഫാമിലിയുടെ സൈഡിൽ നിന്ന്. പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലും ഒരു കണ്ണി വേണ്ടേ? അവിടെ ഞങ്ങൾ വി ആർ സ്റ്റേയിങ് സ്ട്രോങ്. വി ഹാവ് നോ ചോയ്സ്. വി ഹാവ് ടു സ്റ്റേ സ്ട്രോങ്. നിയമത്തിൽ വിശ്വാസമുണ്ട്, ഒരു സെറ്റ് ഓഫ് പോലീസിൽ വിശ്വാസമുണ്ട്, ഒരു സെറ്റ് ഓഫ് പോലീസ് ഇപ്പോഴും പറയാണ്, ഒരു സെറ്റ് ഓഫ് പോലീസിൽ വിശ്വാസമുണ്ട്, ജുഡീഷ്യറിയിൽ വിശ്വാസമുണ്ട്. കിട്ടേണ്ടതാണ്. നീതി തേടി ആ യുവതി പോരാട്ടം തുടരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇതൊക്കെ കള്ളക്കഥയാണ് എന്ന ഈ ലിറ്റ്മസ് വേണുഗോപാലകൃഷ്ണൻ്റെ കാര്യങ്ങളൊക്കെ പൊളിച്ചടുക്കിക്കൊണ്ടാണ് ഇപ്പോൾ യുവതി രംഗത്ത് വന്നിരിക്കുന്നത്. കോടതി വഴി ഇദ്ദേഹത്തിനെതിരെ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും ടി അഭിശങ്കറിനൊപ്പം ആർ പിയൂഷ്, മറുനാടൻ TV.